ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ പേജ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള ഒരു പുതിയ കാര്യം നിങ്ങൾ തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. ശരിക്കും പുതിയ സാധ്യതകൾ നിങ്ങളെ തേടി വരുന്നു, അല്ലെങ്കിൽ സാധ്യതകളെ നിങ്ങൾ തേടി പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അത് മറ്റുള്ളവർ അറിയാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. ഇതുവരെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്കില്ലൊക്കെയുള്ള ആളുകളായിരുന്നു എങ്കിൽ മറ്റുള്ളവർക്കത് മനസ്സിലായില്ല എങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത് ആ ചെയ്തിരുന്ന കാര്യം ഫിനിഷ് ചെയ്യാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അത്തരത്തിലൊരു എനർജി ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അത് ഫിനിഷ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന പുതിയ എന്തെങ്കിലും ന്യൂസ് ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളെ പുറത്ത് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ നിർത്തിയിട്ടിരുന്ന കുറേ കാര്യങ്ങളും ഈ ഒരു സമയം റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ്. ശരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു വരുന്ന ഒരു എനർജിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അത് പൂർത്തിയാക്കാതെ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ ഇവിടെ പൂർത്തിയാക്കണം എന്നാണ്. അത് ചിലപ്പോൾ ഒരു ഹീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ പഠിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ അത് നിങ്ങൾ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. ചില ആൾക്കാർ പ്രാർത്ഥനകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത ആളുകൾ അതൊന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ചിലപ്പോൾ ഇവിടെ തീരുമാനിക്കുന്നതുമാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജി ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് വിലയിരുത്തി നിങ്ങൾക്ക് ദൃഢനിശ്ചയത്തോടു കൂടി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിങ്ങളിരിക്കുന്ന ഒരു എനർജിയാണ്. ഇപ്പോൾ മുന്നിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി ഏറ്റെടുത്ത് ചെയ്യേണ്ടി വന്നാലും നിങ്ങളത് മനസ്സിലാക്കി ഇവിടെ ചെയ്യുമെന്നുള്ളതാണ്. അതായത് ഇത് എൻ്റെ കർമ്മയാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിച്ച് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തങ്ങളെല്ലാം നിങ്ങൾ ഫ്രസ്ട്രേഷൻ ഒന്നും ഇല്ലാതെ
നിങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നാണ്. ഈ സമയം നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തീർക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയമൊക്കെ വരുമെന്നുള്ളതാണ്. ഇതിൽ ഒരു അഡ്വൈസിന് വേണ്ടിയിട്ട് ചില ആളുകൾ നിങ്ങളെ സമീപിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല ഈ സമയം എന്തെങ്കിലും ചാരിറ്റിയൊക്കെ കൊടുക്കേണ്ട ഒരു അവസരമൊക്കെ നിങ്ങൾക്ക് വന്നേക്കാം. അതായത് തിരിച്ച് പ്രതിഫലം ആഗ്രഹിക്കാതെ ചില സഹായങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല മറ്റുള്ളവരെ അനുകമ്പയോടുകൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും, ജനുവനായിട്ട് സ്നേഹിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ അട്രാക്റ്റഡ് ആകുമെന്നും കാണുന്നുണ്ട്. നിങ്ങളെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ലവിങ് എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത് എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. കാരണം അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഹെർമിറ്റാണ്. അപ്പോൾ മെഡിറ്റേഷൻ, പ്രാർത്ഥന, ഇതിലെല്ലാം നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ സോളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഈ സമയം കിട്ടുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ വളരെ ശാന്തമായിട്ട് നിങ്ങൾക്ക് വളരെ സമാധാനമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഈ ഒരു സമയം. ഇവിടെ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് ഒരു പ്രകാശമായിട്ടാണ്. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ പ്രകാശം എത്തിക്കാൻ ഇവിടെ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളെ ഒരു സ്പിരിച്വൽ മെൻറ്ററായിട്ട് മറ്റുള്ളവർ കാണുന്നു എന്നാണ്, അല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസറായിട്ട് അവർ കാണുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്പിരിച്വലായിട്ടുള്ള കുറേ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, നിങ്ങൾക്ക് കിട്ടിയ ഓരോ അനുഭവങ്ങളും എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ മറ്റുള്ളവരെ മെൻറ്റർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വഴികാട്ടിയാണ് നിങ്ങളെന്നുള്ള ആ ഒരു തിരിച്ചറിവൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിൽ കുറേ മോശം എക്സ്പീരിയൻസ് ഉണ്ടായി എങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്തിനു വേണ്ടിയാണ് എന്ന് ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് അത്തരത്തിൽ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. കുറേ വേദനകളൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ചില നഷ്ടങ്ങൾ ഉണ്ടായത് എന്തിനാണ്, കുറേ വ്യക്തികളെ കണ്ടുമുട്ടിയത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു മെസ്സേജ് മെഡിറ്റേഷനാണ്. നിങ്ങളൊന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ധാരാളം എനർജി നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നിങ്ങൾക്ക് സ്പിരിച്വൽ ആക്ടിവിറ്റീസിന് സെയിം ആയിട്ടുള്ള ഫലം കിട്ടുമെന്നാണ്. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷനൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഇന്നർ ലൈറ്റ് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രകാശമാകേണ്ട ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറേയധികം പ്രശ്നങ്ങൾ ജീവിതത്തിൽ തന്നതെന്ന് മനസ്സിലാക്കി നിങ്ങളൊന്ന് കാമായിട്ട് ഇരിക്കുക. പിന്നെ ഈ ഒരു സമയം ചില ആളുകൾക്ക് ഒന്ന് ഒറ്റയ്ക്കിരിക്കാനൊക്കെ തോന്നുന്ന ഒരു എനർജി ഉണ്ട്. അതായത് കൂടുതലായും മറ്റുള്ളവരുമായൊന്ന് മിങ്കിൾ ചെയ്യാതെ ഒന്ന് ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക എന്നാണ്. അതുപോലെ നിങ്ങൾ പ്രാണായാമം ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഉപദേശം തേടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊരു പാർഷ്വാലിറ്റിയും ഇല്ലാതെ വളരെ സിൻസിയറായിട്ട് അഡ്വൈസ് കൊടുക്കുമെന്നറിയാവുന്ന ആളുകൾ നിങ്ങളോട് ഈ ഒരു സമയം അഡ്വൈസ് ചോദിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള അഡ്വൈസ് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നാണ്. അതുപോലെ തന്നെ ഇമോഷൻസിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ പല തീരുമാനങ്ങളും ഇവിടെ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ആലോചിച്ച് നിങ്ങൾ ബുദ്ധിപൂർവം എല്ലാവർക്കും ഒരുപോലെ ഫലം കിട്ടുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഈ സമയം എടുക്കുമെന്നുള്ളതാണ്.
അപ്പോൾ ഈ സമയം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ അവിടെ ഹൃദയത്തിന് വലിയ സ്ഥാനം കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ എടുത്തു ചാടി കാര്യങ്ങളൊന്നും ചെയ്യൂല. നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമെന്നാണ് കാണുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ ഫ്രീ മൈൻഡഡ് ആയിട്ട് ഈ ഒരു സമയം തീരുമാനങ്ങൾ എടുക്കണം എന്നാണ്. ഇപ്പോൾ ആരുടെ കൂടെയും നിൽക്കാൻ പാടില്ല. അതായത് തെറ്റേതാണ് ശരി ഏതാണ് അത് കണ്ടു മാത്രം ഈ സമയം നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്ന് ശ്രമിക്കുക. അപ്പോൾ വ്യക്തമായിട്ട് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കർക്കശമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നുള്ളതാണ് ഈ ഒരു സമയം. പക്ഷെ അത് മനസ്സുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളത് പുറത്ത് അത് കാണിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 2 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീരുമാനമെടുക്കാൻ പറ്റാതിരുന്ന കാര്യങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് തെറ്റേത് ശരി ഏത് എന്ന് അറിയാതിരുന്ന ഒരു അവസ്ഥയാകാം. അല്ലെങ്കിൽ ഏതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടിയതെന്ന് അറിഞ്ഞൂടാ എങ്കിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു എനർജിയിലിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് നിങ്ങളുടെ സോളിനോട് ചോദിച്ചിട്ട് നിങ്ങളിവിടെ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ ക്യൂൺ ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും കഴിവുമൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്നാണ്. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരും. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ചിന്തകൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രം മതി എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആകുലപ്പെടാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ചുറ്റും നമ്മളെ ആകുലപ്പെടുത്തുന്ന, നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മൾ ആ ഒരു ചിന്തകളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഇവിടെ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ചിന്തിച്ചവർ നിങ്ങളുടെ ആ ഒരു ചിന്തകൾക്കിവിടെ മാറ്റം വരുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ നമ്മളായിട്ട് തന്നെ നിലനിൽക്കാൻ എപ്പോഴും ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫും കരിയറും തമ്മിൽ ഒരു ബാലൻസ് ഒക്കെ കൊണ്ടുവരാൻ ഇവിടെ ശ്രമിക്കണം എന്നാണ്. പലപ്പോഴും നിങ്ങൾക്കത് പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ കരിയറിലുള്ള ഇഷ്യൂസ് ചിലപ്പോൾ അത് വീട്ടിൽ കാണിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ അവിടെ നമ്മളെ മനസ്സിലാക്കാത്ത പാർട്ട്ണറോ അല്ലെങ്കിൽ പേരൻസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ കരിയറിലെ പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങൾ വീട്ടിൽ കാണിക്കാതിരിക്കുക. അപ്പോൾ അതൊന്ന് നിങ്ങളിവിടെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 6 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിലൊരു ട്രാവലാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ കുറേ നാളായിട്ട് കുറച്ച് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷയുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് വീട് മാറിപ്പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നതുമാവാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജോലിയിലൊക്കെ സ്ഥലമാറ്റം കിട്ടി അങ്ങനെ നിങ്ങൾ പോകുന്നതാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാളത്തേക്കൊന്ന് മാറി നിൽക്കണമെന്ന് കരുതി നിങ്ങൾ അവിടെ നിന്നും മാറിപ്പോകുന്നതുമാവാം. അപ്പോൾ ഇതിൽ അത്തരത്തിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതാവാം. ഇത് വളരെ പ്രതീക്ഷയുള്ളൊരു യാത്രയാണെന്നുള്ളതാണ്. അതുപോലെ കുറേ ആൾക്കാർ ഇവിടെ തീർത്ഥാടന യാത്ര പോകുന്ന ഒരു എനർജി ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ എൻഡായി ഇതിൽ പുതിയൊരു തുടക്കം കാണുന്നുണ്ട്. ഒരു സമാധാനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നൊക്കെ ഒരു തോന്നൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്.
അപ്പോൾ നിങ്ങൾ കുറേ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സമയമാണ്. ശരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പ്രതീക്ഷ നൽകുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ട് എന്നുള്ളതാണ്. അതായത് ക്ലിയർ ആയിരിക്കും നിങ്ങളുടെ ആ ഒരു ചിന്തകൾ. അപ്പോൾ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. പണ്ട് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ അനുഭവിച്ച വേദനകൾ എന്തുകൊണ്ടാണ് അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ നിങ്ങളിവിടെ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ഒരുപാട് തിരിച്ചറിവുകൾ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ്. ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ശൈലി തന്നെ മാറ്റാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നാണ്. അതുപോലെ ഈ ഒരു സമയം ഒരു ചലഞ്ചൊക്കെ എടുക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു എന്നാണ്. അതായത് പണ്ട് എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവിടെ നിന്നും ഒളിച്ചോടി പോയിരുന്നുവെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തു ചലഞ്ച് വന്നാലും എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്ന് കെയർഫുള്ളായിട്ട് വായിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എന്നൊരു മെസ്സേജാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് നൽകുന്നത്. പിന്നെ ഇവിടെ ക്യൂൺ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ സെൽഫ് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെയും മാറ്റിവെച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി നമ്മളെ വേണ്ട വിധം ശ്രദ്ധിക്കാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് കൂടി നിങ്ങളൊന്ന് പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഒരുപക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഒരു കാര്യം. അതായത് എനിക്ക് പ്രാധാന്യം കിട്ടേണ്ടതായിട്ടുണ്ട് എന്ന് പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇനഫ് ആണെന്നൊരു തോന്നലൊക്കെ വേണം എന്നാണ്. അതായത് എനിക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യാതെ സെൽഫ് കെയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്നും ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തോന്നുന്ന ചില തോന്നലുകളെ നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് പവർ, അതായത് ഈ ഒരു ക്യൂൺ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഹീലറാണ്. അപ്പോൾ ആ ഒരു ഹീലിംഗ് പവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിലെ നിങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഇത്തരത്തിൽ വിഷമിക്കുന്ന ആ ഒരു സാഹചര്യങ്ങളെ നിങ്ങൾ പതിയെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 10 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ട്രാപ്പിലാക്കിയിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും ഇവിടെ പുറത്തിറങ്ങുന്നു എന്നാണ്. ഇവിടെ 8 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ട്രാപ്പിലായിരുന്ന ആ ഒരു സിറ്റുവേഷൻ, അതിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ചില റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങൾ സ്റ്റക്കായി അതിലൊരുപാട് ചീറ്റിംഗ് ഒക്കെ ഉണ്ടായി നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടായതാവാം. അപ്പോൾ ഈ ഒരു കാര്യമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിലൊരുപാട് പെയിൻ നിങ്ങൾ ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഈ വ്യക്തി നിങ്ങളുടെ കൂടെ വേണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്കിത് പറ്റൂല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്നു എന്നാണ്. ചിലപ്പോൾ ഇത് ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊന്നും എൻഡ് ആക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പോലും വിചാരിച്ചു കാണൂല. പക്ഷേ അത് എൻഡ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ വലിയ വിഷമത്തിൽ നിന്നും വളരെ വലിയൊരു സന്തോഷത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ്. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എൻഡ് ആക്കാൻ പറ്റുന്ന ഒരു
ബുദ്ധി നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ പ്രയോഗിക്കും എന്നാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു സൗഹൃദമാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് എങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളിവിടെ എൻഡ് ആക്കുന്നതാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുക്കുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ നിങ്ങൾ സാഹചര്യങ്ങളെ കുറ്റം പറയുകയും മറ്റുള്ളവർ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്നു എങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് നിങ്ങൾ മാറുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വേറൊന്നും ചിന്തിക്കാതെ ഈ ഒരു കാര്യത്തിൽ നിന്നും പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. മറ്റാരെക്കുറിച്ചും നിങ്ങൾ ഈ സമയം ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയൊരു സന്തോഷത്തിലേക്ക് ഇറങ്ങാനുള്ള ആ ഒരു വാതിൽ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വരുന്നു എന്നാണ്, അല്ലെങ്കിൽ അത് തുറന്നു കിടപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോർഡ്സിന്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ക്ലിയർ വിഷനാണ്. പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു അവബോധം ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എത്തേണ്ടിയിടത്ത് എത്തും. ഇപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഒരു വാക്ക് കൊടുത്താൽ പോലും ആ ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ടും പാലിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന കാര്യമായാലും നിങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശ്യം അത് കൃത്യമായിട്ടും നടക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് തടസ്സങ്ങളെയൊക്കെ മറികടന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു എനർജി ഈ സമയമുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ വളരെ ആക്റ്റീവായിട്ടിരിക്കാനും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ശരിക്കും നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പിന്നെ ഇവിടെ റിന്യൂവലാണ്. അപ്പോൾ നിങ്ങൾ പണ്ട് ചെയ്ത കാര്യങ്ങൾ അത് ഫൊർഗീവ് ചെയ്ത് കൊടുക്കണം എന്നാണ്. ഇതൊരു ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഒരു പുതിയ ഡയറക്ഷനിലേക്ക് നിങ്ങൾ പോകേണ്ട ഒരു സമയമായി എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനൊരു ക്ലാരിറ്റിയൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ ലൈഫ് പർപ്പസ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ഹാർട്ട് ചക്രയൊക്കെ ഹീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ഈ സമയം കിട്ടുമെന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ നിർത്തിവെച്ചിരുന്ന പല കാര്യങ്ങളും സ്പീഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നാണ്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേക്കാം. നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എന്നാണ്. നിങ്ങൾ നിശ്ചയദാർഢ്യത്തോടു കൂടി പെരുമാറുക. എവിടെ നിന്നെങ്കിലും ഒരു മോട്ടിവേഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് ക്ലാരിറ്റി ഉണ്ടാകുന്നു എന്നാണ്. കാരണം അത്തരത്തിൽ മോട്ടിവേഷനൊക്കെ സ്വീകരിച്ച് നിങ്ങളുടെ ചിന്തകൾക്ക് ക്ലാരിറ്റി ഉണ്ടാകും എന്നാണ്. എന്ത് കാര്യമാണെങ്കിലും അത് എവിടെ തുടങ്ങണം അല്ലെങ്കിൽ അത് എവിടെ അവസാനിപ്പിക്കണം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന ആ ഒരു കാര്യം അത് എങ്ങനെയാണ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റക്കായിരുന്ന ചില സിറ്റുവേഷൻസ് അത് മാറി തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് എന്നാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ സ്പീഡിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മടി പിടിച്ചിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം എന്തു ചെയ്യാനും നിങ്ങൾക്കൊരു ചുറുചുറുക്കായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് സന്തോഷത്തോടു കൂടി പല കാര്യങ്ങളും ഇവിടെ ചെയ്തു തുടങ്ങുന്ന ഒരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.